നിങ്ങൾക്കായി ഈ 8 കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ഒരു ബന്ധത്തിലാണെങ്കിൽ അവൻ്റെ സ്നേഹം എത്രത്തോളം യഥാർത്ഥമാണെന്ന് ആശ്ചര്യപ്പെടുകയാണെങ്കിൽ അവൻ കാണിക്കുന്ന അടയാളങ്ങൾ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തും. യഥാർത്ഥ സ്നേഹം അപൂർവമാണ്, വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ കണ്ടെത്തുമ്പോൾ അത് വിലമതിക്കേണ്ടതാണ്. അത് എത്ര മധുരമാണെങ്കിലും യഥാർത്ഥ സ്നേഹം തെളിയിക്കാൻ വാക്കുകൾ മാത്രം മതിയാകില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആർക്കും പറയാം, എന്നാൽ ആരും അത് ആഴത്തിൽ അർത്ഥമാക്കുന്നില്ല. സ്നേഹം അത് യഥാർത്ഥമായിരിക്കുമ്പോൾ പ്രവൃത്തിയിലും ത്യാഗങ്ങളിലും ചെറിയ ആംഗ്യങ്ങളിലും പോലും തിളങ്ങുന്നു. നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടിയതായി കാണിക്കുന്ന അടയാളങ്ങൾ ഇതാ. ആത്മാർത്ഥമായും ആഴമേറിയതുമായ സ്നേഹമുള്ള ഒരു മനുഷ്യൻ. ഇതിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ അരികിലുള്ള വ്യക്തി യഥാർത്ഥത്തിൽ ഒരു കാവൽക്കാരനാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. സ്നേഹവും സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒരാൾ. അവൻ നിങ്ങൾക്ക് ഉദാരമായി നൽകുന്നു. യഥാർത്ഥ സ്നേഹം എന്നത് നിങ്ങൾക്ക് പറയാനോ വാങ്ങാനോ കഴിയുന്നതിനെക്കുറിച്ചല്ല. ഒരു മനുഷ്യൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവൻ തൻ്റെ സമയവും ശ്രദ്ധയും വാത്സല്യവും നിസ്വാർത്ഥമായി നൽകുമ്പോൾ അവൻ ഹൃദയത്തിൽ നിന്ന് നൽകുന്നതിനെക്കുറിച്ചാണ്. അവൻ തന്നെക്കുറിച്ച് മിക്കവാറും ചിന്തിക്കുന്നില്ല. എന്താണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതം മികച്ചതാക്കുന്നത് എന്താണെന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ നിങ്ങളെ പിന്തുണയ്ക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ സന്തോഷത്തിൽ നിക്ഷേപിക്കുന്നു. അതിനർത്ഥം അവൻ ആഡംബര സമ്മാനങ്ങൾ വാങ്ങുന്നു എന്നല്ല, എന്നാൽ അവൻ്റെ സ്വന്തം രീതിയിൽ അവൻ തൻ്റെ സുഖസൗകര്യങ്ങൾ ത്യജിക്കുമ്പോഴോ നിങ്ങളോടൊപ്പം ഉണ്ടാകാനുള്ള അവൻ്റെ പദ്ധതികൾ മാറ്റുമ്പോഴോ അവൻ നിങ്ങൾക്കായി സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്നു. അതാണ് പ്രവർത്തനത്തിലെ സ്നേഹം. യഥാർത്ഥ സ്നേഹം എന്നത് കൊടുക്കലാണ്, കാരണം അവൻ സന്തോഷം കണ്ടെത്തുകയും നിങ്ങളെ സന്തോഷവതിയായി കാണുകയും ചെയ്യുന്നു. 2. അവന് നിന്നെ കെട്ടിപ്പിടിക്കുന്നത് നിർത്താൻ കഴിയില്ല. ശാരീരിക സ്പർശനം, പ്രത്യേകിച്ച് വാത്സല്യത്തോടെയുള്ള ആലിംഗനത്തിൻ്റെ രൂപത്തിൽ ഒരു മനുഷ്യൻ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് പലപ്പോഴും അയാൾക്ക് സമാധാനം അനുഭവപ്പെടുകയും നിങ്ങളുമായി അഗാധമായ തലത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഊഷ്മളതയും സാമീപ്യവും ആസ്വദിച്ചുകൊണ്ട് ഈ ആലിംഗനത്തിൽ നിൽക്കും. നിങ്ങൾ അകറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ നിങ്ങളെ എങ്ങനെ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ വാക്കുകൾക്ക് പലപ്പോഴും കഴിയാത്തത് പ്രകടിപ്പിക്കുമ്പോൾ അവൻ്റെ ആലിംഗനം അല്പം മുറുകുന്നത് ശ്രദ്ധിക്കുക. ഇത് കേവലം ആകർഷണം മാത്രമല്ല, നിങ്ങളോട് അടുപ്പം തോന്നാനുള്ള ഹൃദയംഗമായ ആഗ്രഹമാണ്. അവൻ നിങ്ങളുടെ തലമുടിയിൽ മൃദുവായി സ്പർശിക്കുന്ന രീതി, നിങ്ങളുടെ സുഗന്ധത്തെ അഭിനന്ദിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലായിരിക്കുമ്പോൾ ആസ്വദിക്കുന്നതോ ചെറിയ ഹൃദയസ്പർശിയായവയാണ്. നിങ്ങളോടുള്ള അവൻ്റെ അഗാധമായ വാത്സല്യത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളെ സ്പർശിക്കുന്നത് അയാൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും തോന്നുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു മാർഗമാണ്. നിങ്ങളുടെ സന്ദേശങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കുക. വളരെ തിരക്കുള്ളപ്പോഴും ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഉറപ്പായ അടയാളമാണ്. ഒരു പുരുഷൻ നിങ്ങളെ പ്രാധാന്യമാക്കുമ്പോൾ നിങ്ങളെ കാത്തിരിപ്പിക്കുകയോ തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് സംശയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പകരം നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് ഉടൻ മറുപടി നൽകുന്നതിലൂടെ അദ്ദേഹം നിങ്ങളെ വിലമതിക്കുന്നതും നിങ്ങളെ സവിശേഷമാക്കുന്നതുമാണ്. അവൻ മറുപടി നൽകുന്നത് വെറും ബോറടിച്ചല്ല, നിങ്ങൾ അവൻ്റെ മുൻഗണനയിൽ പെട്ടതിനാലാണ്. അവൻ ജോലിയിലായാലും സുഹൃത്തുക്കൾക്കൊപ്പമായാലും താങ്കളെ ഓർത്ത് ചിന്തിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ 1 മിനിറ്റ് കണ്ടെത്തും. ചിലപ്പോൾ ഇന്ന് ദിവസം എങ്ങനെയാണ് എന്നൊരു ചെറിയ ചോദ്യം അയക്കാം. നിങ്ങളെ അവൻ സംരക്ഷിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താം. അവൻ നിന്റെ പിഴവുകളെ സ്വീകരിക്കുന്നു. സ്നേഹം പൂർത്തിയാകുന്നത് പൂർണ്ണതയിൽ അല്ല, മറിച്ച് ഒരാളെ മുഴുവൻ മനസ്സോടെ സ്വീകരിക്കുന്നതിലാണ്, പിഴവുകളോ അപൂർണതകളോ എല്ലാം ഉൾപ്പെടെ. അവൻ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ
നിന്നെ മാറ്റാൻ ശ്രമിക്കില്ല. മറിച്ച് നിന്നെ നീയായി തന്നെ ഓരോ പ്രത്യേകതകളും ആഹ്ലാദത്തോടെ ആഘോഷിക്കും. മറ്റുള്ളവർ പിഴവുകളായി കാണുന്ന ചെറിയ പ്രത്യേകതകളാണ് അവൻ സ്നേഹിക്കുന്നത്. നിന്റെ ശക്തിയെ അവൻ വിലമതിക്കുന്നു. നിന്റെ സൂക്ഷ്മതയെ ആരാധിക്കുന്നു. നിന്നെ പ്രത്യേകതയുള്ളവളാക്കുന്ന ഗുണങ്ങളെ മാനിക്കുന്നു. നിന്റെ അപൂർണതകളെ അവൻ ദുർബലതകളായി കാണുന്നില്ല. അവ നിന്റെ സൗന്ദര്യ ഭാഗങ്ങളായി കാണുന്നു. അവൻ വിമർശിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല. നീ എത്ര മനോഹരിയായ വ്യക്തിയാണെന്ന് കാണുന്നു. നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ നിന്നെ നീയായിരിക്കാനും നിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുകയും തുണ നൽകുകയും ചെയ്യുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ അവൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ഓരോ ബന്ധത്തിനും അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഓടിപ്പോവുകയില്ല. പകരം അവൻ നിങ്ങളുടെ അരികിൽ നിൽക്കും. പോരാട്ടങ്ങളെ ഒരുമിച്ച് നേരിടാൻ തയ്യാറാവും. യഥാർത്ഥ സ്നേഹം എന്നാൽ ബുദ്ധിമുട്ടുള്ളപ്പോഴും പ്രശ്നങ്ങൾ നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അദ്ദേഹം പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ സന്നദ്ധനാണ്. നിങ്ങളുടേതും അവൻ്റേതുമായ കാഴ്ചപ്പാടുകൾ രണ്ടുപേരും അറിയുന്നു എന്നതിന് കരുതലും ഉറപ്പും ഉണ്ടായിരിക്കും. ദീർഘകാല ബന്ധത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയോ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകുകയോ ചെയ്യില്ല. ദീർഘകാലത്തിന് വേണ്ടി അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു അർത്ഥവത്തായ ബന്ധം നിർമ്മിക്കുന്നതിന് തൻ്റെ സമയം, പരിശ്രമം എന്നിവയിലുള്ള നിക്ഷേപം അവൻ ഉറപ്പായും കാണിക്കും. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവൻ ഭയപ്പെടുന്നില്ല. കാരണം അവസാനം അവന് ഏറ്റവും പ്രധാനം നിങ്ങളും നിങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്ന ജീവിതവുമാണ്. അവൻ ക്രമരഹിതമായ ദയ കാണിക്കുന്നു. സ്നേഹത്തിൻ്റെ ശുദ്ധമായ പ്രകടനങ്ങളിലൊന്നാണ് ദയയുടെ പ്രവൃത്തി. ഒരു മനുഷ്യൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ദിവസം പ്രകാശമാനമാക്കുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നു. നിന്നെ അത്ഭുതപ്പെടുത്താൻ ഇഷ്ടമുള്ള പൂക്കൾ കൊണ്ടുവന്നേക്കാം. അല്ലെങ്കിൽ നിനക്ക് രാവിലെ കട്ടിലിൽ തന്നെ കാപ്പി എത്തിച്ചേക്കാം. ഈ ചെറുതായി തോന്നുന്ന ചിന്തകൾക്കൊപ്പം ഒരു വലിയ അർത്ഥമുണ്ട്. അവൻ എപ്പോഴും നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും നിന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെന്നും കാണിക്കുന്ന ഒരു വഴിയാണിത്. സ്നേഹവും കരുതലും വലിയ കാര്യമല്ലല്ലോ. നിനക്കായി വാതിൽ തുറന്ന് നിർത്തുന്നതിനോ നിന്നെ ഒരു പരിചയമുള്ള കാര്യത്തിൽ ഓർക്കുന്നതിനോ സന്തോഷം കൊണ്ടുവരാൻ മാത്രം എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുന്നവനാണ് അവൻ. അവൻ നിങ്ങളെ തൻ്റെ മുൻഗണന നൽകുന്നു. നിങ്ങളൊരു മനുഷ്യന് ശരിക്കും പ്രാധാന്യം നൽകുമ്പോൾ അവൻ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു. ആളുകൾ അവർ വിലമതിക്കുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു. അവൻ നിങ്ങളെ വിലമതിക്കുന്നുവെങ്കിൽ തൻ്റെ മുൻഗണനയാക്കും. അവൻ തൻ്റെ പദ്ധതികൾ പുനഃക്രമീകരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനത്തോടെ നിങ്ങളോട് പെരുമാറുകയും ചെയ്യുന്നു. അവൻ തൻ്റെ പദ്ധതികൾ പുനഃക്രമീകരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനത്തോടെ നിങ്ങളോട് പെരുമാറുകയും ചെയ്യുന്നു. അവൻ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ അവന് യഥാർത്ഥമായി പ്രാധാന്യമുള്ളയാളാണ്. മാത്രമല്ല നിങ്ങൾക്ക് മറ്റൊരു വികാരം തോന്നാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അല്പം അസൂയ കാണിക്കുന്നു. അസൂയ അമിതമോ നിയന്ത്രണമോ ആയിരിക്കരുത്. എന്നാൽ അതിൻ്റെ സൂചന അവൻ്റെ ആഴത്തിലുള്ള വികാരങ്ങളുടെ അടയാളമായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ ചുറ്റുപാടിൽ ആയിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഉത്കണ്ഠ കാണിക്കുന്നുവെങ്കിൽ അത് അവൻ നിങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി കരുതുന്നതിനാലാണ്. അവൻ നിങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ നിയന്ത്രിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങളോട് അടുക്കുന്നു എന്ന ചിന്തയിൽ അയാൾക്ക് സ്വാഭാവികമായും അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാം. എന്നാൽ അത് നിയന്ത്രണമല്ല, മറിച്ച് സ്നേഹമാണ്.
ഒരു മനുഷ്യൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ തൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ ശക്തി പങ്കിടുന്നു. ഈ അടയാളങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾക്കുള്ള സ്നേഹം യഥാർത്ഥവും നിലനിർത്താൻ യോഗ്യവുമാണോ എന്ന് കാണാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന കൂട്ടാളിയെ നേടിയത് ഭാഗ്യമെന്ന് കരുതൂ. ഇത്തരമൊരു സ്നേഹം അപൂർവമായതിനാൽ അദ്ദേഹത്തെ വളരെയധികം വിലമതിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.